നമ്മുടെ തേൻ വിൽപ്പനക്കാരിയൊക്കെ വിട്ടിട്ട് നമ്മളിപ്പോൾ പോകുന്നത് ഗുദാവരി സ്കീ റിസോർട്ടിലേക്കാണ്. ജോർജിയയിൽ വരുന്നവർ ഏറ്റവും അധികം കാണാൻ ഇഷ്ടപ്പെടുന്ന, സമയം സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന സ്ഥലമാണ് ഗുദാവരി സ്കീ റിസോർട്ട്. പ്രത്യേകിച്ച് കുവൈറ്റ് പോലെയുള്ള അറേബ്യൻ സ്ഥലത്തുനിന്ന് നല്ല ചൂടുള്ള സ്ഥലങ്ങളിൽ വരുന്നവർക്ക് ഐസിൽ പുതഞ്ഞു നിൽക്കുന്ന മലനിരകൾ കാണുന്നത് ഒരു പ്രത്യേക ആവേശം തന്നെയാണ്. സ്കീ റിസോർട്ടിൽ ടൂറിസ്റ്റുകൾ വളരെ കുറവാണ്. സീസണെല്ലാം കഴിയാറായി, ചൂട് തുടങ്ങി, മഞ്ഞെല്ലാം ഉരുകി തുടങ്ങി. സ്കീ റിസോർട്ടിൽ ഉപയോഗിക്കുന്ന പലതരം വാഹനങ്ങളൊക്കെ വാടകയ്ക്ക് കൊടുക്കുന്നവർ സഞ്ചാരികളെ കാത്തു കിടപ്പുണ്ട്. ചില ആൾക്കാരും ട്രെയിനേഴ്സും ഒക്കെയാണ് അധികം അവിടെ സ്കീ ചെയ്ത് നടക്കുന്നത്. ഗൈഡ് നമുക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ നൽകി, എവിടെയൊക്കെ പോയി എത്ര നേരം കൊണ്ട് വരണം എന്നെല്ലാം നിർദ്ദേശിച്ചു. ചില പ്രത്യേകതരം മഞ്ഞിലൂടെ തെന്നി പോകുന്ന വാഹനങ്ങളൊക്കെ കാണാൻ പറ്റി. അവിടെ നിന്ന് ഞങ്ങൾ ഒരു കേബിൾ കാറിൽ കയറി ഈ സ്കീ റിസോർട്ടിൻ്റെ ഏറ്റവും മുകളിലേക്ക് പോയി. സാധാരണ രീതിയിൽ സ്കീ ചെയ്യുന്നവർ അവരുടെ എക്യുപ്മെൻസുമായിട്ടാണ് ഈ കേബിൾ കാറിന് മുകളിൽ പോയിട്ട് അവിടെ നിന്ന് സ്കീ ചെയ്ത് താഴോട്ട് വരികയാണ് ചെയ്യുന്നത്. ഈ കേബിൾ കാർ സ്റ്റേഷന് മുകളിലൊക്കെ ഏകദേശം 1.5 അടി കനത്തിലാണ് മഞ്ഞ് റൂഫിന് മുകളിൽ നിൽക്കുന്നത്. താഴെ കൂടി സ്കീ ചെയ്ത് നീങ്ങുന്നവരെ കാണാം. കേബിൾ കാറിൽ നിന്നിറങ്ങി ചില സ്കീയിങ് ഇൻസ്ട്രക്ടേഴ്സൊക്കെ അതിലൊക്കെ ഇറങ്ങി നടക്കുന്നുണ്ട്. താഴെ ഷിൻവാലിയിലുള്ള കച്ചവടക്കാർ പറഞ്ഞത് മുകളിൽ ഭയങ്കര തണുപ്പായിരിക്കും, അവിടെ നിന്ന് തന്നെ ജാക്കറ്റും ബൂട്ടും ഒക്കെ മേടിക്കണമെന്നാണ്. പക്ഷെ മുകളിൽ എത്തിയപ്പോൾ വലിയ തണുപ്പൊന്നുമില്ല. മഞ്ഞുണ്ടെങ്കിലും കാറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് വളരെ കഠിനമായ തണുപ്പൊന്നും ഒട്ടും തന്നെ ഉണ്ടായിരുന്നില്ല. സ്കീ റിസോർട്ടൊക്കെ ആണെങ്കിലും വേണ്ടത്ര മെയിൻ്റനൻസ് ഇല്ലാത്തതിൻ്റെ പരാധീനതകൾ എല്ലായിടത്തും കാണാം. ഗുദാവരിയുടെ ഒരു സൈൻ ബോർഡൊക്കെ ഉണ്ടായിരുന്നതൊക്കെ ആകെ ഒടിഞ്ഞു മുറുങ്ങി നാശമായിട്ട് കിടക്കുകയാണ്. ഇവിടെ നമ്മളുടെ പ്രധാന വിനോദം എന്ന് പറയുന്നത് ഐസുരുട്ടി എറിയുക എന്നുള്ളതാണ്. നമ്മൾ ഹിന്ദി സിനിമകളിലൊക്കെ കണ്ട് ഇൻസ്പയർ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് നമ്മളും ഐസുരുട്ടി കയറി തുടങ്ങി. ഐസ് എറിയണമെങ്കിൽ അത്യാവശ്യം ഉന്നം വേണം എന്നുള്ളതാണ് പ്രധാന കാര്യം. ഇതിനിടയിൽ ചിലർ മഞ്ഞിൽ പുതഞ്ഞു പോയിട്ടുണ്ട്. ഇവിടെ സ്കീയിങ്ങിന് വേണ്ടിയുള്ള ചില എക്യുപ്മെൻറ്റ്സ് ആണ്. സ്കീ ചെയ്തു വരുന്നതിന് വേണ്ടിയുള്ള റൂട്ട് റെഡിയാക്കുന്നതിനുള്ള പ്രത്യേകതരം യന്ത്ര സംവിധാനമാണ്. നമ്മുടെ JCBയുടെയൊക്കെ ഒരു മഞ്ഞ് വേർഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഇത് വെച്ചിട്ടാണ് സ്കീ ചെയ്യാനുള്ള പാത്ത് ഉണ്ടാക്കുന്നത്. നമ്മൾ സാധാരണ കാണാത്തൊരു എക്യുപ്മെൻ്റ് ആയതുകൊണ്ട് വളരെ രസകരമായിട്ട് തോന്നി. ചെറിയ മഞ്ഞ് മലകൾ ഇടിച്ചു ചേർത്തിയും ആ റോഡ് പോലെ നല്ല പേയ്മെൻറ്റ് പോലെ പരത്തി കൊടുത്ത് അങ്ങനെ മുകളിലോട്ട് പോവുകയാണ്. ഈ റൂട്ടിൽ കൂടി ആക്കി സ്കീ ചെയ്യുന്നവർക്ക് വരാനായിട്ടുള്ള എളുപ്പം. ചിലരൊക്കെ ഉടനെ അതിൽ എത്തിക്കഴിഞ്ഞു. വേനൽക്കാലത്തിൻ്റെ തുടക്കമായതുകൊണ്ട് തന്നെ മഞ്ഞെല്ലാം ഉരുകി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നടക്കുന്ന റോഡിലെല്ലാം വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഏകദേശം ഗുദാവരിയോട് യാത്ര പറയാനുള്ള സമയമായി. Bye
by Godavari. നമ്മൾ ഗോദാവരി റിസോർട്ടിൽ നിന്ന് ഇപ്പോൾ ജോർജിയൻ മിലിറ്ററി ഹൈവേ കൂടി വളരെ പ്രശസ്തമായ ഗോദാവരി ഫ്രണ്ട്ഷിപ്പ് മോണുമെൻ്റ് കാണുവാനായിട്ടാണ് പോകുന്നത്. ഈ ഗോദാവരി ഫ്രണ്ട്ഷിപ്പ് മോണുമെൻ്റ് ആണ് ഗോദാവരി പനോരമ അല്ലെങ്കിൽ ട്രീറ്റ് ഓഫ് ജോർജിയസ്കി എന്നൊക്കെ അറിയപ്പെടുന്നത്. ഇത് 1983 സോവിയറ്റ് യൂണിയൻ ഭാഗമായിരുന്നപ്പോൾ 1783 200 വർഷം മുമ്പ് ജോർജിയയുമായിട്ട് ഉണ്ടാക്കിയ കരാറിനെ അനുസ്മരിപ്പിക്കാനായിട്ട് പണിത ഒരു മതിലാണ്. പിന്നീട് സോവിയറ്റ് യൂണിയനിൽ നിന്നും ജോർജിയ വിട്ടപ്പോൾ ഇതൊരു സമാധാനത്തിന് അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പിൻ്റെ മോണുമെൻ്റ് എന്ന നിലയിൽ അവരത് മാറ്റി. 600 മീറ്റർ ഉയരമുള്ള ഒരു ക്ലിഫിൽ, കോക്കസ് പർവ്വതത്തിലെ ഒരു ക്ലിഫിലാണ് ഈ ഫ്രണ്ട്ഷിപ്പ് മോണുമെൻ്റ് സ്ഥാപിച്ചിരിക്കുന്നത്. ടൈലുകൾ കൊണ്ടുള്ള കുറച്ച് പെയിൻറ്റിങ്ങുകളും മറ്റുമുണ്ട്. ഈ ഫ്രണ്ട്ഷിപ്പ് മോണുമെൻറ്റിൻ്റെ ദളങ്ങൾ പോലെയുള്ള വശങ്ങൾ എല്ലാം ഈ കോക്കസ് പർവ്വതത്തിലേക്ക് ഇറങ്ങി നിൽക്കുകയാണ്. നമുക്ക് അവിടെ നിന്നുകൊണ്ട് താഴേക്ക് വളരെ ദൂരത്തേക്ക് കാണാം. നല്ലൊരു ഫോട്ടോ പോയിൻ്റ് കൂടിയാണ്. യാത്രക്കാർ ഓരോ തലത്തിലും നിന്ന് പല ആംഗിളിലുള്ള ഫോട്ടോകൾ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഓപ്പൺ ആയതുകൊണ്ട് അതിൻ്റെ ഉള്ളിലും നന്നായിട്ട് മഞ്ഞ് വീണ് ഉറഞ്ഞു കിടപ്പുണ്ട്. അധികം കാറ്റില്ലാത്തതുകൊണ്ട് വലിയ തണുപ്പ് അവിടെയും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. കോക്കസ് പർവ്വതനിരകളുടെ വിശാലമായ ഒരു വ്യൂ തന്നെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. താഴെയുള്ള തടാകവും നല്ല നല്ല പാരാഗ്ലൈഡിംഗ് ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഞങ്ങളവിടെ എത്തിയപ്പോൾ ഏകദേശം സന്ധ്യയായി. ഉടനെ തന്നെ തിരിക്കേണ്ടതുണ്ട്. ഏകദേശം നമ്മൾ ടിബിലിസിയിൽ നിന്ന് 120 കിലോമീറ്റർ അകലെയാണ് ഇപ്പോൾ. താഴേക്ക് ബസ്സിലേക്ക് കടന്നപ്പോൾ മോളിൽ നിന്നുള്ള മഞ്ഞുരുക്കിയ വെള്ളം മുഴുവൻ വഴിയിൽ കിടക്കുകയാണ്. നമ്മൾ തിരിച്ച് വീണ്ടും ജോർജിയൻ മിലിറ്ററി ഹൈവേ വഴി തിരികെ ടിബിലിസിയിലേക്ക് പോവുകയാണ്. കാലത്തെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ഇറങ്ങിയാണ്. ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല. നേരെ ഏകദേശം 7 മണിയായി. എല്ലാവർക്കും നല്ല വിശപ്പുണ്ട്. പോകുന്ന വഴിയിലാണ് നമ്മുടെ കിങ്കാലി എന്നറിയപ്പെടുന്ന മോമോസിൻ്റെ പ്രധാന സ്ഥലം. പക്ഷെ മോമോസ് കഴിക്കേണ്ടതെന്നാണ് വെച്ചിരിക്കുന്നത്. കാരണം ഇന്നലത്തെ മോമോസ് എല്ലാവർക്കും തന്നെ അത്ര അധികം ഇഷ്ടപ്പെട്ടിട്ടില്ല. ഭക്ഷണത്തിനായിട്ട് ഞങ്ങൾ ഒരു ജോർജിയൻ റെസ്റ്റോറൻറ്റിൽ കയറി. അത്യാവശ്യം നല്ല വലിയ റെസ്റ്റോറൻ്റാണ്. ജോർജിയൻ ശൈലി തന്നെ പണിത മരം കൊണ്ടും ഇഷ്ടി കൊണ്ടും ഒക്കെ പണിത റെസ്റ്റോറൻ്റാണ്. ഒരു മലഞ്ചെരുവിൽ നമ്മുടെ ഏകദേശം ആദ്യം കണ്ട ഗോദാവരി KSK റിസോർട്ടിൻ്റെ അടുത്തായിട്ടുള്ള റെസ്റ്റോറൻറ്റ്. അത്യാവശ്യം നല്ല സൗകര്യങ്ങളുണ്ട്, നല്ല ആംബിയൻസാണ്. ഞങ്ങളവിടെ ഞങ്ങളുടെ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് എല്ലാവരും ഫ്രഷായി ഭക്ഷണം കഴിക്കാനായിട്ട് റെഡി ആയിട്ടിരുന്നു. ഞങ്ങൾ ആദ്യം ഓർഡർ ചെയ്തത് കച്ചാപ്പുരി എന്ന് പറയുന്ന ഭക്ഷണമാണ്. കച്ചാപ്പുരി എന്ന് പറയുന്നത് നമ്മുടെ ജോർജിയൻ സ്റ്റൈലിലുള്ളൊരു പിസ്സ ആണെന്ന് പറയാം, റോയൽ കച്ചാപ്പുരി. പിന്നീട് വന്നത് ചക്കാപ്പുളി എന്ന് പറയുന്ന ബീഫിൻ്റെ ഒരു സ്റ്റൂ ആണ്. ചക്കാപ്പുളി എന്നാണ് പറയുന്നത്. ഇത് റോയൽ കച്ചാപ്പുരിയും ഇത് ചക്കാപ്പുളിയും. ഇത് ചിക്കൻ സ്കെമറൂളി, ചിക്കനിൽ ഗാർലിക്കൊക്കെ ഇട്ട് വെച്ചിരിക്കുന്ന അല്പം ഗ്രേവിയുള്ള എന്നാൽ ഗ്രില്ലോ ആയിട്ടുള്ളൊരു ചിക്കനാണ്. ഭക്ഷണമൊക്കെ ആസ്വദിച്ചു. നല്ല വിശപ്പായതുകൊണ്ട് പ്രത്യേകം ടേസ്റ്റ് ചെയ്യായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പതുക്കെ ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിലേക്ക് മടക്കയാത്രയായി.